നല്ല നമസ്കാരം. C5 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ള ഡോട്ടർ ഓഫ് പ്രസാദ് റോയ് തെലുങ്ക് വെബ് സീരീസ് ആണ്. അപ്പോൾ ഇത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു ത്രില്ലർ മൂവി. നെല്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പലവ്യഞ്ജന കട നടത്തുന്ന പ്രസാദ് റാവു തൻ്റെ ഏക മകളായിട്ടുള്ള സ്വാതിയെ ജീവശ്വാസം പോലെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. സ്വാതിക്ക് ഒരു ഹൈദരാബാദിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ലഭിക്കുന്നു. മകളെ പിരിഞ്ഞു നിൽക്കാൻ മടിയുണ്ടായെങ്കിലും അവളുടെ ഭാവി ഓർത്തുകൊണ്ട് അദ്ദേഹം അവളെ നഗരത്തിലേക്ക് അയക്കുകയാണ്. സ്വാതി അവിടെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്നു. എന്നാൽ തൻ്റെ ആദ്യ ശമ്പളം വാങ്ങിയ ദിവസം സ്വാതി പെട്ടെന്ന് കാണാതാവുകയാണ്. മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടുകൂടി പരിഭ്രാന്തിയിലായിട്ടുള്ള പ്രസാദ് റാവു ഹൈദരാബാദിലേക്ക് എത്തുകയാണ്. പോലീസ് ഓഫീസർ റെബേക്ക ജോസഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണവും അതിലൂടെ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന സത്യങ്ങളുമാണ് ഈ സീരീസിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. മക്കളെ അമിതമായി ജാഗ്രതയിലും ഭയത്തിലും വളർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയുവാൻ തടസ്സമാകുന്ന ചില ഗൗരവമായിട്ടുള്ള പ്രമേയമാണ് ഈ വെബ് സീരീസ് കൈകാര്യം ചെയ്തത്. മക്കളെ ഭയത്തിലാണോ അതോ വിശ്വാസത്തിലാണോ വളർത്തേണ്ടത്? മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് പെൺമക്കൾ സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ മാതാപിതാക്കൾ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഇത് പാരന്റിങ് ആണ് ഇതിന്റെ പ്രധാനമായ കാതൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്ന രാജീവ് കനകാല ഒരു നിസ്സംഗനായിട്ടുള്ള ഒരു അച്ഛന്റെ വേഷം അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ജീവിച്ചു കാണിക്കുകയായിരുന്നു. മകളെ കാണാതായ അച്ഛന്റെ ആകുലതകളും വേദനകളും അദ്ദേഹം അത്യന്തം സ്വാഭാവികമായി അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഉദയഭാനുമായിട്ടുള്ള കുറെ സാധനങ്ങൾ. പിന്നെ ഉദയഭാനു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിലെത്തിയത് അവർ ഒരു പവർഫുൾ പോലീസ് ഓഫീസറായിട്ട് മികച്ച പ്രകടനമാണ് നടത്തിയത്. അവരുടെ ഡയലോഗ് ഡെലിവറിയും അതോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡും ഒക്കെ വളരെയധികം ഗംഭീരമായി ഇത് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വാസന്തിക സ്വാതി എന്ന കഥാപാത്രത്തെ വളരെ പക്വതയോടുകൂടി ലാളിത്വത്തോടെയും വാസന്തിക അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഇതിന്റെ സംവിധായകൻ കൃഷ്ണ പുലരി യാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു പ്ലോട്ടിനെ സസ്പെൻസ് നിലനിർത്തി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഹൈലൈറ്റ് നോക്കുമ്പോൾ ഇതിന്റെ AI സാങ്കേതികവിദ്യയില്ല. കഥാപാത്രങ്ങളുടെ മാറ്റങ്ങൾ കാണിക്കാൻ വേണ്ടി ഈ സീരീസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ തുറന്ന സംസാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം തുറന്ന സംസാരങ്ങൾ ആവശ്യമാണ് എന്ന് ഈ സീരീസ് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഹോസ്റ്റൽ മുറിയിലേക്ക് സ്വാതി കയറുന്നത് ഒരു നല്ല സസ്പെൻസ് ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്നെങ്കിലും പക്ഷേ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാനില്ലാത്തത് അന്വേഷണത്തിലെ ഒരു വലിയ വഴിത്തിരിവായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത ഇടത്തുനിന്നും പ്രസാദ് റാവു മകളെ കണ്ടെത്തുന്നതും കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ അവസാനത്തെ എപ്പിസോഡിൽ വെളിപ്പെടുത്തുന്ന കുറെ സന്ദേശമാണ് സീരീസിന്റെ ഏറ്റവും വലിയ ഒരു കീ മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം അത് തന്നെയാണ്. പിന്നെ ഇതിന്റെ സംഗീതം നോക്കുമ്പോൾ ശ്രീറാം ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഒരുപാട് ഇമോഷണൽ രംഗങ്ങൾക്ക്, സസ്പെൻസ് രംഗങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഹേഷ് കുമാറിന്റെ ക്യാമറ ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ നഗരത്തിന്റെയും ഒക്കെ അന്തരീക്ഷത്തെ നല്ല രീതിയിൽ അദ്ദേഹം ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ 6 എപ്പിസോഡുകളിലായി ഏകദേശം 2.5 മണിക്കൂർ കൊണ്ടാണ് ഈ സീരീസ് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിനെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെറും 20, 25 മിനിറ്റ്, 28 മിനിറ്റ് അങ്ങനെയുള്ള ചെറിയ എപ്പിസോഡുകളാണ്. 6 എപ്പിസോഡുകളുള്ള ഈ സീരീസ് ആദ്യത്തെ 2 അല്ലെങ്കിൽ 3 എപ്പിസോഡുകൾ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സാഹചര്യവും അല്ലെങ്കിൽ അതിനെ കൂടുതൽ അമിതമായിട്ട് സമയമെടുക്കുന്നതാണ് ഇതിന്റെ ഒരു വലിയ ബോറടിക്കൽ രംഗമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചില വൈകാരികമായ രംഗങ്ങൾ അനാവശ്യമായി വലിച്ചു നീട്ടിയിട്ടുണ്ടല്ലോ, അത് ഒരു വലിച്ചു നീട്ടലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഡ്രാമ സീനുകൾ കുറച്ച് എഡിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ സീരീസ് ഇതുകൂടി ഫാസ്റ്റിംഗ് ആയിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷനിലെ ലോജിക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ, ഒരുപാട് എനിക്ക് തോന്നി. ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള നിലയ്ക്ക് അന്വേഷണ രീതികളിൽ ചില പാകപ്പിഴകൾ
അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരു പോലീസ് അന്വേഷണം വളരെ ഗംഭീരമായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് പോലീസ് ഓഫീസറായിട്ട് ഉദയഭാനു അവതരിപ്പിക്കുമ്പോഴും സ്വാതിയെ കാണാതായ കേസിലെ പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടെത്താൻ പോലീസ് പരാജയപ്പെടുന്നതാണ് കാണുന്നത്. ലോജിക്കായിട്ട് അത് ശരിയല്ല എന്നുള്ളതാണ്. പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു സാധാരണക്കാരനായ, അതും ഒരു പലവ്യഞ്ജന കടക്കാരനായിട്ടുള്ള അച്ഛൻ നിഷ്പ്രയാസം കണ്ടെത്തുന്നത് ഒരു ഡ്രാമാറ്റിക് ഇഫക്റ്റിന് ഗുണപരമാണ്. പക്ഷേ അത് റിയലിസ്റ്റിക് ആയിട്ട് ഒരു ത്രില്ലർ നിലനിർത്തുന്നതിൽ അത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു തോന്നലായിപ്പോയി എന്നുള്ളതാണ്. ഒരു ത്രില്ലർ സിനിമയുടെ വിജയം അതിലെ വില്ലനാണ്. ആ വില്ലൻ എത്രത്തോളം ശക്തനാണോ അതിനെ ആശ്രയിച്ചായിരിക്കും ഇതിന്റെ ഒരു പോക്ക് അങ്ങോട്ട് പോകുന്നത്. ഈ സീരീസിന്റെ വില്ലൻ കഥാപാത്രത്തിന് നമ്മളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വില്ലൻ വേഷം ചെയ്ത നടന്റെ പ്രകടനമോ കഥാപാത്ര സൃഷ്ടിയോ വേണ്ടത്ര കരുത്തുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അവസാനത്തെ മുമ്പേ നടക്കുന്ന പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അന്വേഷണ ഘട്ടങ്ങളിൽ പോലീസ് സ്റ്റേഷൻ രംഗങ്ങളിലും സ്ഥിരം ക്രൈം സിനിമകളിൽ കേട്ടും പഴകിയിട്ടുള്ള ഒരുപാട് ഡയലോഗുകൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഒരു പുതുമയും തോന്നിയില്ല. ഉദയഭാനുവിന്റെ എൻട്രി സീനുകളിലെ അതോടൊപ്പം തന്നെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, ഇവയൊക്കെ നന്നായിട്ട് തന്നെ ബോറടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാന താരങ്ങളായിട്ടുള്ള രാജീവ് കനകാലയും ഉദയഭാനുവും മികച്ച ഒരു പ്രകടനം കാഴ്ചവച്ചു. പക്ഷേ സഹനടന്മാരിൽ പലരും ശരാശരി പ്രകടനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇതൊരു നമ്മുടെ TV സീരിയൽ പോലെ എനിക്ക് പലയിടത്തും തോന്നി. ഒരു അഗ്രീവ്സ് ആയിട്ടുള്ള ഒരു അഭിനയം വേണ്ടെടുത്ത് പലരും ഒരു ഡാളായിട്ടാണ്, ഒരു വെരി വെരി ഇത് മോശമായിട്ടുള്ള ഒരു അഭിനയം ആണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ എപ്പിസോഡുകൾ വളരെ ക്രിസ്പി ആക്കേണ്ടതായിരുന്നു. കുറച്ചുകൂടി ഒരു എപ്പിസോഡെങ്കിലും കുറച്ചിരുന്നെങ്കിൽ സ്വല്പം കൂടി ക്രിസ്പിയായി ഇതൊരു ഗംഭീര അനുഭവമാകുമായിരുന്നു. ചുരുക്കത്തിൽ വൈകാരികമായിട്ടുള്ള വശങ്ങൾ മികച്ച നിലവാരം പുലർത്തുമ്പോഴും ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള നിലയിൽ അനാവശ്യമായിട്ടുള്ള വേഗതയില്ലായ്മ, ലോജിക് ഇല്ലായ്മ, സസ്പെൻസ് വേണ്ടത്ര രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തത്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു സമയം കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ ഒരു ക്രൈം മൂവി തന്നെയാണ് എന്തായിരുന്നാലും ഡോട്ടർ ഓഫ് പ്രസാദ് റാവു. താങ്ക് യു.